സർ, ഈ ശബരി റെയിൽപാത ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഒരു മുട്ടാപ്പോക്ക് ന്യായമായിട്ട് നിൽക്കുകയാണ്. അത് വല്ലാത്തൊരു ആശങ്കയിൽ തന്നെയാണ്. ശരിക്കും ആ ഒരു പാത വരൂ? ഇത് വലിയൊരു തട്ടിപ്പാണ് കേട്ടോ. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമല്ല. അവർ ഉത്സാഹിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പകുതി ചെലവ് വയ്ക്കാമെന്ന് കൊടുക്കണം, ഉറപ്പ് കൊടുക്കണം. എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ശബരി റെയിൽപാത ശരിയാക്കി കളയാം എന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് കണ്ടുകൊണ്ടുള്ള പറച്ചിലാണ്. ഇതെത്ര വർഷമായെന്നറിയാം? 4 നൂറ്റാണ്ടായെന്നേ. 25 വർഷം പിന്നിട്ടു. ഇത് LDF മാത്രം കുറ്റം പറയുകയല്ല, UDF. ഈ 2 മുന്നണികളും മാറി മാറി ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് അട്ടിമറിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ഇനി ഇപ്പോൾ ഇത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പദ്ധതി ചെലവ് 7 ഇരട്ടിയായിട്ട് മാറി എന്നുള്ളതാണ്. ഒന്നാലോചിക്കണം. പദ്ധതി ചെലവ് 7 ഇരട്ടിയായി മാറി. ആര് മാറ്റി? ഈ 2 മുന്നണികളുമാണ്. പിന്നെന്തിനാ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത്? ഇത് പ്രധാനമായിട്ടും 1 ശബരിമല തീർത്ഥാടകരെ, 2 മലയോര പ്രദേശത്തുള്ളവരെ, മലയോര കർഷകർക്ക്, ഇടുക്കി, തൊടുപുഴ, പൊൻകുന്നം, പാല ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈ ശബരി റെയിൽപാത. ശബരിമല തീർത്ഥാടകരെ അങ്ങ് വേണമെങ്കിൽ മാറ്റി നിർത്താൻ. കാരണം ഇത് എരുമേലി വരെ പോകുന്നുള്ളൂ. എരുമേലിയിൽ നിന്ന് പിന്നെയും വേണം 50 കിലോമീറ്റർ. എരുമേലി വരെയൊക്കെ ഇപ്പോൾ എത്തുന്നത് തീർത്ഥാടകർ ശബരിമലയ്ക്ക് പോകുമ്പോൾ എരുമേലിയിൽ എത്തുന്നത് കോട്ടയത്തിറങ്ങും. കോട്ടയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് എരുമേലിയിലേക്ക് ധാരാളം ബസ്സുകളുണ്ട്, അധിക ദൂരമില്ലതാനും. അല്ലെങ്കിൽ ചെങ്ങന്നൂർ ഇറങ്ങിയാലും മതി. ഇതിപ്പോൾ എന്താ, എരുമേലി വരെ പോയി ഇറങ്ങുന്നു. അത് കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെയും വേണം 50 കിലോമീറ്റർ. ഇനിയിപ്പോൾ വിമാനത്താവളം വരുന്നു ചെറുവള്ളി എസ്റ്റേറ്റിൽ. 2350 ഏക്കറാണുള്ളത്. അതിൻ്റെ പ്രാരംഭ നടപടികളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. അത് അവിടുന്നും പോകണം 50 കിലോമീറ്റർ. പക്ഷേ ശബരിമല വിമാനത്താവളം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതിൻ്റെ ഗുണവും ഉണ്ടാകും. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ തൊടുപുഴ, ഇടുക്കി ജില്ലകളിലുള്ള തൊടുപുഴ, പൊൻകുന്നം, പാല ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ യൂറോപ്യൻ നാടുകളിലുണ്ട്. അവരിപ്പോൾ ആശ്രയിക്കുന്നത് കൊച്ചി വിമാനത്താവളമാണ്. ഈ ചെറുവള്ളി വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണകരമായി മാറും. പിന്നെ ശബരിമലയ്ക്കും അതൊരു വികസനത്തിൻ്റെ വഴി കൂടിയാണ്. അതിന് സമയമെടുക്കുമെന്നുള്ളതാണ്. അത് ഈ പാത തന്നെ, ഈ ശബരി പാത തന്നെ ഇനി എത്ര കാലമെടുക്കുമെന്നുള്ളത് നോക്കാൻ. ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്ഥലമെടുപ്പാണ്. ആ സ്ഥലമെടുപ്പാണ് ഇതിനെ അട്ടിമറിച്ചുകൊണ്ടിരുന്നത്. ഇവിടങ്ങളിലൊക്കെ ഈ ക്രിസ്ത്യൻ ലോബിക്കൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അറിയാം. ഈ PC ജോർജൊക്കെ ഇതിനകത്ത് കളിച്ച ആൾക്കാരാണ്. ഇപ്പോൾ PC ജോർജ് എന്ത് പറയുന്നതെന്ന് അറിയത്തില്ല. ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്ന്. അതൊക്കെയുള്ള സ്ഥലമെടുപ്പിൻ്റെ പ്രശ്നത്തിലാണിത് വെല്ലുവിളി. ഇതിനായി പെരുമ്പാവൂരിലുണ്ടായിരുന്ന സ്ഥലമെടുപ്പിൽ ഒരു സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് അടച്ചു പൂട്ടിയിട്ട് കാലമായി. പിന്നെ അങ്കമാലി മുതൽ കാലടി വരെ 7 കിലോമീറ്റർ റെയിൽപാളത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. കാലടിയിൽ റെയിൽവേ സ്റ്റേഷനും പെരിയാറിനും മുകളിലൂടെയുള്ള റെയിൽ പാലവും നിർമ്മിച്ചതാണ്. ഇത് കാലടിക്കും വലിയ വികസനം ഉണ്ടാക്കും. കാലടി എന്ന് പറയുന്നത് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോലും എത്താവുന്ന ഒരിടമാണ്. കാരണം ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ ഇതിനകത്ത് വലിയ താല്പര്യം കാണിക്കും. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിന് വന്നതിൻ്റെ അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്, ഇന്ന് ശ്രീശങ്കര ജയന്തിയാണ്. അന്നായിരുന്നു ഉദ്ഘാടനം. അപ്പോഴാണ് ഇവിടുത്തെ എല്ലാ പുങ്കവന്മാരും ശ്രീശങ്കരനോ, ഏത് ശങ്കരൻ? CPM വിചാരിച്ച് കാണുമായിരിക്കും EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ശ്രീശങ്കരൻ സാക്ഷാൽ കാലടിയിലുള്ള ശ്രീശങ്കരൻ, ആലുവയ്ക്ക് സമീപമുള്ള, പെരുമ്പാവൂരിന് സമീപമുള്ള കാലടിയിൽ നിന്ന് ചെറുപ്പത്തിലെ തന്നെ സന്യാസം സ്വീകരിച്ച് ഇന്ത്യ മുഴുവൻ കാലുകൊണ്ട് അടിവെച്ചവനാണ് കാലടിയിലുള്ള ഈ ശ്രീശങ്കരൻ. ആ ശ്രീശങ്കരൻ്റെ ജന്മസ്ഥലം വലിയ ഒരു രീതിയിൽ അങ്ങ് ഉയരും. ഇപ്പം ശിവഗിരിക്ക് പോകേണ്ട ഒരു വർക്കലയിൽ വന്നിറങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടം അറിയപ്പെടുകയും
ആ സ്ഥലത്തിന് വലിയ പ്രാധാന്യമൊക്കെ ഉണ്ട്. അതുപോലെ കാലടിയും അങ്ങ് മാറുമെന്നുള്ളതാണ്. ഈ എത്ര ഇടങ്ങളിൽ പിന്നെ ഈ സ്ഥലം കടന്നു പോകുന്നുണ്ടെന്നറിയാമോ? സ്റ്റേഷൻ തന്നെ വരുന്നുണ്ട്. അങ്കമാലി നിന്നായിരിക്കും ഈ ശബരി റെയിൽപാത തുടങ്ങുന്നത്. അങ്കമാലി, കാലടി, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, പാല, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, എരുമേലി, ഇവിടെ എല്ലാം മലയോര കർഷകർ ധാരാളമുള്ളതാണ്. ക്രൈസ്തവരാണ് കൂടുതലും ആ പ്രദേശങ്ങളിലൊക്കെ ഈ തന്നെ. ശബരി റെയിൽപാത എന്നത് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കും. ഇപ്പൊ പിണറായി സർക്കാരിന്റെ 2ാം തരംഗം തന്നെയാണ്. എന്നിട്ടും ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഏടാകൂടങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഇപ്പം ഗഡ്കരിയെ കാണാൻ പോയിരിക്കുന്നു, ദേശീയപാത വികസനത്തിന്റെ കാര്യം സംസാരിക്കുന്നു, പുതിയ റോഡുകളുടെ നിർമ്മാണത്തിന്റെ കാര്യം സംസാരിക്കുന്നു, ഇപ്പം മൊത്തം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതും ഇത്തരത്തില് ഇനിയിപ്പം അവർക്ക് അധിക സമയമൊന്നുമില്ല. ഇത്തരത്തില് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇനി വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലെന്താണ് ശരിക്കും, ഇതിൽ ആരാണ് കളിക്കുന്നത്? ഇതിനകത്തോ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ റെയിൽപാതയിൽ വലിയ താല്പര്യമില്ല. അവർക്കിപ്പോഴും തിരുവനന്തപുരം ടു കാസർഗോഡിലാണ് പിടിച്ചു നിൽക്കുന്നത്. അതെങ്ങനെയെങ്കിലും അത് കേരയിൽ എന്നുള്ള പേര് മാറി വേറെ ഏതെങ്കിലും രൂപത്തിൽ അതിനിപ്പം നടക്കത്തില്ല. അത് കേന്ദ്ര സർക്കാർ പൂട്ടിക്കെട്ടിച്ചു കഴിഞ്ഞു. അതിനി ഇവരുടെ പദ്ധതി നടക്കില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം, ദേശീയപാതയുടെ ഇത് തന്നെ ഭൂമി ഏറ്റെടുപ്പ് തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. വയലിനോട് ചേർന്നുള്ള ഭൂമികളൊക്കെ ഏറ്റെടുത്ത് എന്ന് വെച്ചാൽ വമ്പന്മാരുടെ ഭൂമികളൊക്കെ മാറ്റി വെച്ച് വേണമെങ്കിൽ മാറ്റിയെടുക്കായിരുന്നു. അല്ലാതെ വയലും ഒക്കെ എടുത്തിട്ട് ഇപ്പം ദേശീയപാത എല്ലാം മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇവരെടുക്കുന്നതെല്ലാം അത്രയ്ക്ക് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള, അത് പ്രകൃതിയെ ഹനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഇവരുടെ കേരളിൻ്റെ ഒരു റിസർവ്, അതായത് ഇതിൻ്റെ ഒരു ഫൈൻഡിങ്സ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ അതൊരു പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള പാതകളൊന്നും അല്ല. അപ്പം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാർ അത് വേണ്ടാന്ന് വെച്ചത്. പക്ഷേ നമ്മുടെ മെട്രോമാൻ്റെ ശ്രീധരൻ്റെ പുതിയ പദ്ധതി തന്നെ നിലവിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം അത് വലിയ ചെലവ് കുറഞ്ഞതും, എന്നാൽ ഇത്തരത്തിലുള്ള വലിയ ഭൂമി ഏറ്റെടുക്കലൊന്നുമില്ല. അതിന് തുരങ്കപാതയൊക്കെ നിർമ്മിച്ച് ആ തുരങ്കപാതയ്ക്ക് മുകളിൽ തന്നെ അത് ഭയങ്കര വളരെ വിചിത്രമായിട്ട്, അത് നമുക്ക് വിചിത്രമായിട്ട് തോന്നും. പക്ഷേ തുരങ്കപാതയൊക്കെ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ തന്നെ ഈ ഭൂമികൾ നിലവിലുള്ള ഭൂ ഉടമകൾക്ക് കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ ആക്കിക്കൊണ്ടൊക്കെ ഉള്ള ഒരു പുതിയ പദ്ധതിയാണ്. അതെന്തായാലും കേന്ദ്ര സർക്കാർ കൈകൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കേരളയിൽ മിക്കവാറും പൂട്ടിക്കെട്ട്. മറ്റേത് മാത്രമല്ല, മെട്രോമാൻ്റെ പദ്ധതി അനുസരിച്ച് 3.25 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന്, തലസ്ഥാനത്ത് നിന്ന് കാസർഗോഡ് വരെ എത്താൻ പറ്റും. അപ്പോൾ കേരളയിൽ എവിടെ കിടക്കുന്ന ഇത്? അതാ പറഞ്ഞ ഒരു തീഷ്ണതയോടുകൂടി അല്ലെങ്കിൽ അത്രയ്ക്ക് ചിന്തയോടുകൂടി ഓരോ പദ്ധതികൾ കൊണ്ടുവന്നാൽ ഇത് ഇവർ കുറേ നേട്ടങ്ങൾ കൊയ്യാനും ഇതിൽ നിന്ന് കുറച്ച് ദുട്ട് ഉണ്ടാക്കാനും വേണ്ടി മാത്രമുള്ള പദ്ധതികളാണ് ഇവർ കൊണ്ടുവന്നത്. റെയിൽവേയുടെ വികസനവും അല്ലെങ്കിൽ റെയിൽവേയുടെ പദ്ധതിയും കൂടുതൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കൈ കൊടുക്കും എന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് ഏറ്റെടുക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഈ പാതയ്ക്ക് വരുന്ന ചെലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കുമെന്ന് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പിണറായി വിജയൻ നൽകിയ വാഗ്ദാനം നൽകിയതാണ് പിണറായി വിജയൻ. 250 കോടി രൂപ ഈ ശബരി റെയിൽപാതയായിട്ട് ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഓൾറെഡി കൊടുത്തതാണ്. പക്ഷെ ഇതുവരെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ നടന്നിട്ടില്ല. ഇതുവരെ അത് നടന്നിട്ടില്ല. അപ്പൊ ഇനി അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പിണറായി എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. ഇത് ഈ ഭരണം അവസാനിക്കും വരെ ഇതൊന്ന് സാർ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. അതെ, ഇത് അവിടെയുള്ള മലയോര കർഷകരെയും ഒക്കെ തന്നെ പിടിച്ചു നിർത്തുക, ക്രൈസ്തവരെയും ഒക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്കും താല്പര്യമുണ്ട് ഇതിനകത്ത്. അത് ഈ അവിടെ വിമാനത്താവളം വരുന്നതിൽ, എരുമേലിക്ക് സമീപമാണ് വിമാനത്താവളം, ചെറുവള്ളി എസ്റ്റേറ്റ്. അതുപോലെ ഈ ശബരി പാതയിലും താല്പര്യമുണ്ട്. അതിനെ ഒന്ന് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇവർ ഇത്രയും കാലം 25 വർഷം എല്ലാവരും മാറി മാറി ഭരിച്ചതാരാണ്? രണ്ടുപേരും ഉത്തരവാദികൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശബരിപാത വന്നില്ലെങ്കിലും ശബരിമലയിലെ ജനസാന്ദ്രത കുറയാനൊന്നും, പക്ഷെ അത് അതിന്റെ ഒരു വൈബുണ്ട് സാർ. ശരിക്കും ഈ പാത വന്നാലും വന്നില്ലെങ്കിലും അത് വേറൊരു വൈബാണ്. കാരണം കല്ലും മുള്ളും ഒക്കെ താണ്ടി ശബരീശനെ കാണാൻ പോകണം എന്നുള്ളൊരു ഹൈന്ദവ വിശ്വാസമാണ്. അപ്പോൾ ആ ഒരു കാനന യാത്രയെ മാത്രമല്ല, ഈ ഒരു യാത്രകൾ വളരെ കഠിനമേറിയ യാത്ര കണ്ട് അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അത് പലരും ഒരു പക്ഷേ ട്രെയിനകത്ത് കയറിയൊന്നും നടക്കത്തില്ല. പക്ഷെ അതിനൊപ്പം ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ ശബരിമല ഒഴിച്ച് മറ്റുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് അല്ലാതെ ഇപ്പം കാലടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, അല്ലാതെ തന്നെ താമസം ഉള്ള നാട്ടുകാർക്ക് വലിയ പ്രയോജനമുള്ളൊരു പാത കൂടിയാണ് ശബരി റെയിൽ പാത. പക്ഷെ അത്
എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.